വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, രാവിലെ ഉറക്കപ്പിച്ചാണ്. ഓക്കെ, അപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അപ്പം നമ്മളെവിടെ പോവാണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അതാണ് മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. നാട്ടിൽ വന്നപ്പോൾ തൊട്ട് പോകണമെന്ന് വെച്ചൊരു സ്ഥലമാണ്. പറ്റിയില്ല, ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ട് അങ്ങനെ ഈ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. അവിടെ പോകണം, മൊത്തത്തിലൊന്ന് ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോയാലേ പൂവൊക്കെ നന്നായിട്ട് ഉണർന്നിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. മഴയുമുണ്ട്, സോ എന്താവും എന്ന് അറിയത്തില്ല. എനിവേ, നമുക്ക് രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഗൈസ് നമ്മളിവിടുന്ന് ഇറങ്ങാണ്. മമ്മിയൊക്കെ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. കാണിച്ചേ, ഇപ്പോഴും ഭയങ്കര ഇരുട്ടാണ്. ഇപ്പോഴും നല്ല ഇരുട്ടാണ്. മമ്മി, ഷോമോൾ ഒരു ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെ പോവാ? മലരിക്കൽ അമ്പൽപ്പാടം കാണാൻ പോവാണ്. പ്രിയ മേക്കപ്പ് ഒന്നും ചെയ്തില്ല ഗൈസ്. അവിടെ എത്തിയിട്ട് മേക്കപ്പ് ചെയ്യാൻ. ബ്രാൻ, ഗേറ്റ് ചാരണ്ടേ? കയറി മോളെ. ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ബ്രാൻ, ഇങ്ങോട്ടൊന്നൊക്കെ ഒരു ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടെ എത്തി. നല്ല സ്ഥലമാണ് കേട്ടോ, എല്ലാവരും വരണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീക്ക് ഡേയ്സിൽ വരാൻ ശ്രമിക്കുക. വീക്ക് ഡേയ്സിലാകുമ്പോൾ അത്ര വലിയ തിരക്കുണ്ടാവില്ല. വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര തിരക്കാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. ഇതിൽ ആക്ച്വലി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ആദ്യം ഒരു സ്പോട്ട് ഉണ്ടാവും, അവിടെ നിങ്ങൾ കയറരുത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ശരിക്കുള്ള ഒരുപാട് പൂക്കളുള്ള ഒരു ഏരിയ കാണുന്നത്. അവിടെയാണ് നമ്മൾ കയറേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 6:50 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാവേ. കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് ബാക്കിലോട്ടാണ് വന്ന് പാർക്ക് ചെയ്തത്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. കണ്ട, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ഈ ബോട്ടയിൽ ഇപ്പോൾ കയറും ഗൈസ്. നമ്മൾ ഓൾറെഡി ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാബുണ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് കയറുക തന്നെ. ഈ ബോട്ടിലെ ഗൈസ് നമ്മൾ കയറാൻ പോകുന്നത്. ദാണ്ട് ഇതിൽ ഇതാണ് സാബോണ്ണൻ. മമ്മി ആദ്യം കേറ്റാണ്. അത്രേ ഉള്ളു കാര്യം. അനി റിയ അടുത്ത കയറ്. റിയ ഇരിക്കും മമ്മി, വീടില്ല, ഇരിക്കേ. ആ കൊടേ കൂടി കൊടുത്തു മമ്മി. ഗോ ഗോ ഗോ. നമ്മളെല്ലാരും കയറിയിരിക്കാം. മമ്മി പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ യാത്ര തുടങ്ങുകയാണല്ലോ. എങ്ങനെയുണ്ട്? അന്ന് മക്ക കാണുമ്പോഴേ അറിയാം. വാ ഗൈസ്, എല്ലാവരും ഇവിടെ വരണം കേട്ടോ. വന്നിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് വരണം. സൂപ്പറാണ് ഗൈസ്. അമ്പലമാണ് കേട്ടോ. നോട്ടുണ്ട്. നമുക്ക് ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കായിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വല്ലാത്ത മിസ്സിങ് ആണ്. കണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് ഇതാണ്ട്. ഇവിടുന്ന് ഫുള്ളുണ്ട് ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് തന്നെയാണ്. കണ്ടോ, ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
Oh, this is really beautiful. കണ്ടോ ഫുള്ളതാണ്. ഓ മൈ ഗോഡ്, നിങ്ങൾ സൂപ്പറാണ്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. കണ്ട കണ്ട കണ്ട, നിങ്ങൾ എത്രത്തോളം ഇത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോയിൽ. ബട്ട് ആക്ച്വലി ഇത് റിയലായിട്ട് വന്ന് കാണും. ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. അടിപൊളിയാണ്. നിൽക്കാമോ? കണ്ട ഗൈസ്, ഓ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എല്ലാവരും വരണേ, വന്നിട്ടില്ലാത്തവർ എന്തായാലും വരണം കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഷോവി ഷോവി bird. ഏക്കർ കണക്കിനാണ് ആമ്പൽപ്പൂക്കൾ. പൂക്കളുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി ഗൈസ്. ഓക്കെ കണ്ടോ, ഇനി നമ്മളിവിടെ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. ഓ ബ്യൂട്ടിഫുൾ ദൈവമേ, നാച്ചുറലായിട്ട് ഉണ്ടായ സാധനമാണ്. അവൻ പൂക്കളാണ് ഗൈസ്. ഇത് നോക്കിയേ. ഓ സീരിയസ് പ്ലക്കിംഗ്. അതെ കൈ ഫോട്ടോഗ്രാഫർക്ക് എന്നിട്ട് പറിച്ച് വെള്ളം വീഴണം അടിക്കുന്നു. നമ്മൾ പറിച്ചെടുത്തപ്പോ കണ്ടോ, പറിക്കണം ആവശ്യം ചേച്ചി പറിക്കാൻ ഞാൻ പറിച്ചു. ഒന്നാ പേടിച്ചായിരിക്കും അന്നേരം. ആ പറിച്ചെടുത്തു എവിടെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ നിർത്തി അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. മമ്മി ഇപ്പോഴും ഫോട്ടോയ്ക്ക് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ചേട്ടാ 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 ഒരു ഹായ്. അപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, സാബുണ്ണൻ. അപ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി, ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ചേട്ടാ എന്തെങ്കിലും പറയണ്ടോ? അടിപൊളിയായി പൂ കാണിക്കാം, നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം. നിങ്ങൾ വരുന്നവരും മലരിക്കൽ കുരുക്ഷേത്രത്തിന്റെ അവിടെ വരണം. ഫസ്റ്റ് കാണുന്നിടത്ത് കയറല്ലേ. ഇവിടെ വെല്ലുവീട് അമ്പലമുണ്ട്. നമ്മൾ ഇതിന് ചുറ്റും 650 ഏക്കറിനകത്താണ് പൂവുള്ളത്. അടിപൊളിയായിട്ട് കാണിക്കും. നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാൻ ആളുണ്ട് ഇവിടെ. നിങ്ങൾ വരുമ്പോൾ രാവിലെ വരണം, 10 മണിക്ക് മുമ്പ് വരണം. എന്താ വെച്ചാൽ 10 മണിയാകുമ്പോൾ ഇത് കൂമ്പിപ്പോവും. എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ. കറക്റ്റായിട്ട് വന്നിരിക്കണം, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവർക്കും വലിയ സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ വിജയം. അടിപൊളി. ഓക്കെ ഗൈസ്, താ നോക്കേ. അടിപൊളി അടിപൊളി. എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിയാവില്ല ഗൈസ്, അത്ര അടിപൊളിയാണ് ഈ സ്ഥലം. കണ്ടാ എന്നെ വെള്ളത്തിൽ തള്ളിയിടുക കേട്ടോ. എല്ലാവരും വരണം, വന്നിട്ടില്ലാത്തൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മസ്റ്റ് 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 മസ്റ്റ്.
ആണ് ഗൈസ്. മമ്മി വീഡിയോക്ക് പോസ് ചെയ്യുന്നു. കൊള്ളാം കൊള്ളാം ശോഭമോൾ. നീ 2 കൈയിലും കൂടെ എടുത്തത് പപ്പാരി ചെയ്തോ. ആ 2 കൈയിലും കൂടെ പുറത്തോട്ട് ഇറങ്ങ്. കൈ പുറത്തോട്ട് പോട്ടെ. ആ ഓട്ടെ ഇച്ചിരി ടൈറ്റാനിക് ആവട്ടെ. ഇച്ചിരി ഓട്ടെ. ടൈറ്റാനിക് എടുക്കാം നമുക്ക് അവിടെ ചെന്നിട്ട്. ഇനി എന്തേ ചെമ്പരത്തി പോലാന്നല്ലേ കണ്ടു പോ. തണ്ടെല്ലാം കൂടെ ഞങ്ങളിനി വരുവേ, മോനെ കൊണ്ട് വരാം. സോ ഞങ്ങള് വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രാണം എങ്ങനെ ഉണ്ടായിരുന്നു? ജെന്യുവിൻ ആയിട്ട് പറ. കൊള്ളാം. എല്ലാവരും വരണം കേട്ടോ. വന്നിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റ് 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 വിസിറ്റ് പ്ലേസ് ആണ്. റിയ എങ്ങനെ ഉണ്ടായിരുന്നടാ? വെരി നൈസ്. നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് പൂവൊക്കെ അങ്ങനെ പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക വന്നിട്ടില്ലാത്തവർ. ഇവിടെ നമ്മൾ ഒരു ബോട്ട് എടുത്ത് അതിൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 1.5 അവർ എടുത്തു കേട്ടോ. അതിലപ്പോൾ ഞങ്ങളൊരു ബോട്ടിൽ ഞങ്ങൾ 5 പേരായിരുന്നു. അതിന് 1000 രൂപയായിരുന്നു കേട്ടോ. അതല്ലാണ്ട് 100 രൂപയ്ക്കുള്ളതും കൂടി ഇട്ടുണ്ട്. അത് പിന്നെ നമ്മളിങ്ങനെ കൂടുതൽ അങ്ങ് കൊണ്ട് കാണിക്കത്തില്ല. ജസ്റ്റ് ആ നിയർ ബൈ മാത്രമേ ഇതാക്കുള്ളൂ. പക്ഷേ 1000 മണീസ് കൊടുത്തിട്ട് ഫുള്ള് പോകുന്നതാണ് ഏറ്റവും അടിപൊളി കേട്ടോ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് സാബു ചേട്ടൻ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളിയായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പുള്ളീനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.